വെൽക്കം ബാക്ക് ടു ടൈം പാസ് 24 ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ തേൻ പെട്ടിയിലുള്ള തേൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തേൻ പെട്ടിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കയറി കാണാം. അപ്പോൾ നമുക്ക് തേൻ എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. തേൻ എടുക്കാൻ ഉപയോഗിക്കുന്ന ചില സംഗതികളെ കുറിച്ച് പറയാം. ഇത് ബീവയിലാണ്. മുഖത്തേക്ക് ഈച്ച കുത്താതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തൊപ്പിയാണ്. ഇവിടെ വലയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തലയിലിട്ടാൽ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഒന്നിതാണ്. ഇത് പുക കൊടുക്കാൻ വേണ്ടിയാണ്. ഈച്ച വല്ലാണ്ട് കുത്തുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് അടക്കി നിർത്താൻ വേണ്ടി ഒന്ന് പുക കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്മോക്കർ എന്ന് പറയുന്ന സാധനമാണ്. ഇതിൽ ചകരി നിറച്ചിട്ടുണ്ട്, തേങ്ങേൻ്റെ ചകരി. അത് നിറച്ച് അതിലേക്ക് ഒന്ന് തീ കൊടുത്ത് കുത്തി ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇതിലൂടെ പുക വരും. അതേപോലെ തന്നെ ഇവിടെ ഒരു കണ്ണാടിയുണ്ട്. മുഖത്തേക്കൊക്കെ കുത്ത് കിട്ടിയാൽ ഒന്ന് നോക്കി അതിൻ്റെ മുള്ളെടുക്കാൻ വേണ്ടിയാണ്. പിന്നെ അടുത്തതായിട്ടുള്ളത് എക്സ്ട്രാക്ടർ എന്ന് പറയും. ഇതിൽ അട വെച്ചിട്ടാണ് അട ഇങ്ങനെ വെച്ച് ഇങ്ങനെ തിരിക്കുന്നതാണ്. അപ്പോൾ തിരിക്കുമ്പോൾ അതിൽ നിന്ന് തേനിങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ അടക്ക് ഒരു കേടും പറ്റില്ല. അട അങ്ങനെ തന്നെ അതിൽ വെച്ചാൽ അടുത്ത പ്രാവശ്യം അതിൽ തേൻ നിറച്ച് അടുത്ത പ്രാവശ്യം എടുക്കാം. ഇപ്പോൾ ആദ്യം ഒന്ന് ഈ ബീവയിലൊന്ന് ധരിക്കുകയാണ്. കാരണം ഈ പ്രാവശ്യം കുത്തു കിട്ടാനുള്ള സാധ്യതയുണ്ട്. തേനിൻ്റെ ഫ്രെയിമൊക്കെ കുടഞ്ഞെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മുൻകരുതലായിട്ട് ബീവയിൽ ധരിച്ചിരിക്കുകയാണ്. മുഖത്തൊക്കെ കുത്തുകൊണ്ടാൽ 2-3 ദിവസം പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ്. നമുക്കൊന്ന് പെട്ടി തുറന്ന് നോക്കാം. ആദ്യം ഒന്ന് പുക കൊടുക്കുകയാണ്. ഒന്ന് പുക കൊടുത്താൽ ഒന്ന് ഈച്ചകളൊക്കെ ഒന്ന് അടങ്ങി നിൽക്കും. ഇതാണ് മൊത്തം സീൽ ചെയ്തിരിക്കുകയാണ്. സീൽ ചെയ്ത് നല്ല പെർഫെക്റ്റായിട്ട് സീൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈച്ചകളൊക്കെ ഒന്ന് കുടഞ്ഞെടുക്കണം. അപ്പോൾ അതിന് അല്പം പുക കൊടുത്തതിന് ശേഷം ഒന്ന് കുടയാനുണ്ട്. കേട്ടോ, ഇവിടെ ഫുള്ളായി സീൽ ചെയ്തിട്ടുണ്ട് തേന് നിറച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ മൊത്തം എടുത്തിരിക്കുകയാണ് 5 ഫ്രെയിം. ഇതിൽ നിറയെ തേനാണ്. അപ്പോൾ ഇത് സീൽ ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതൊന്ന് ചെത്തിയെടുക്കണം. ഇതിൻ്റെ സീല് കത്തി കൊണ്ട് ചെത്തിയെടുക്കുകയാണ്. ഇത് മൊത്തം സീൽ ചെയ്തതാണ്. ഈച്ചകൾ ഈ തേനിനെ പ്രോസസ്സ് ചെയ്ത് സീൽ ചെയ്തതാണ്.
ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ അത് തൻ്റെ ചിറക് കൊണ്ടിങ്ങനെ അടിച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ സീൽ ചെയ്തിട്ട് വെക്കുന്നതാണ്. അപ്പോൾ അതാണിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിനെ അൺക്യാപ്പ് ചെയ്ത് ഇതിലുള്ള തേൻ എടുക്കാം. ശുദ്ധമായ തേനാണ്.